ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പത്തരമാറ്റിലെ സീരിയലിലെ പ്രൊമോ എല്ലാവരും കണ്ടു കാണും. നയനയാണെങ്കിൽ അബീനെ ചോദ്യം ചെയ്യുന്നുണ്ട്. എടാ നീയല്ലേടാ ശരിക്കും ചന്തുമോളുടെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയോട് ചൂടാവും. അതുപോലെ തന്നെ അബിയുടെ അഭിനയവും കുറ്റപ്പെടുത്തലും ഒക്കെ താങ്ങാൻ കഴിയാണ്ട് അവൻ്റെ കരണത്ത് അടിക്കുന്നുണ്ട്. സ്വാഭാവികം, ഇതെല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെയാണ്. എന്നായാലും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ടത് തന്നെയാണ്. പിന്നെ സീരിയലിൻ്റെ കുറേ എപ്പിസോഡ്സ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനായിട്ട് ആദ്യം അവർ എല്ലാവരിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു. പിന്നെ അച്ഛനോടും അമ്മയോടും പറയുന്നു, പിന്നെ മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് അറിയുന്നു. പക്ഷേ ആദ്യം ചന്തുമോളെ അപായപ്പെടുത്തുമെന്നുള്ള പേടിയിൽ ആരും ഒന്നും പറയുന്നില്ല. അങ്ങനെ കുറേ എപ്പിസോഡ്സ് നീണ്ടു പോയതിന് ശേഷം ഇപ്പോൾ അവർ ആ എപ്പിസോഡ്സുകൾക്കെല്ലാം, അതായത് ഈ ഒരു കഥയ്ക്ക് ഒരവസാനം കൊണ്ടുവരാമെന്നതൊക്കെ ചിന്തിച്ചിട്ടാണ്. അങ്ങനെ നയന അബിയോടെല്ലാം തുറന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ നയന അബിയുടെ കരണത്ത് അടിക്കുന്നതിനേക്കാൾ നല്ല സീനുണ്ടാവും ജലജ അബീനെ തല്ലുന്നത് കാണാനായിട്ട്. കാരണം ജലജയ്ക്ക് പോലും അറിയില്ല മകൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. മകൻ ഇപ്പോഴും നവ്യയോട് അഭിനയിക്കുകയാണ്, ചില്ലറ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും മകൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ചതിച്ച് അതിലൊരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിനെയാണ് അവൻ ആദർശിൻ്റെ മകളായിട്ട് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ജലജയ്ക്കും അറിയത്തില്ല. അപ്പോൾ ഇത് ജലജയ്ക്കും ഒരു ഷോക്ക് തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോൾ മകൻ അമ്മയെ വെട്ടിയാക്കി അമ്മയുടെ കയ്യിൽ നിന്നും ഒരു സമ്മാനം വാങ്ങേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു എപ്പിസോഡ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടായാൽ നന്നായിരിക്കും, കാണാൻ എപ്പിസോഡ് നല്ല കിടിലമായിരിക്കും. അതുമാത്രമല്ല കേട്ടോ, അവൻ നവ്യേനെ അത്രയും നാൾ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. അവളോട് സ്നേഹമുള്ളതുപോലെയും കുഞ്ഞിന് നല്ലൊരു അച്ഛനായി ജീവിക്കുന്നത് പോലെയൊക്കെ നല്ല ഒരു പ്രകടനം തന്നെയായിരുന്നു അവ ഇത്രയും നാൾ കാഴ്ചവെച്ചത്. അപ്പോൾ സത്യങ്ങളൊക്കെ നവ്യ അറിയുമ്പോൾ നവ്യയുടെ ക്യാരക്ടർ അനുസരിച്ചിട്ട് ആ ഒരു കൈ കിട്ടുന്നതെടുത്ത് അബിയുടെ തലമണ്ട തല്ലി പൊട്ടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അങ്ങനത്തെ സീനുകളൊക്കെ ആണെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് നല്ലൊരു കൗതുകം തോന്നുന്ന കുറേ കാഴ്ചകൾ കണ്ടിരിക്കാം. പിന്നെ എല്ലാ സീരിയലിലും പോലെ തന്നെ കഥകൾ കുറേ മുന്നോട്ട് പോകണമെങ്കിൽ വില്ലന്മാർ എന്തായാലും ആ വീട്ടിൽ തന്നെ വേണമല്ലോ. അതുകൊണ്ട് അബി ഇനിയും കുറേ കള്ളത്തരങ്ങളൊക്കെ കാട്ടി, അതായത് അബിയും ജലജയും ആ തറവാട്ടിൽ തന്നെ പിടിച്ചു നിൽക്കും. അതുപോലെ തന്നെ നവ്യയും അബിയും തമ്മിൽ പിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പിന്നെ മൂർത്തി മുത്തശ്ശനും നയനയൊക്കെ കുടുംബസ്നേഹമൊക്കെ ഒരുപാട് കാട്ടും. അങ്ങനത്തെ കുറേ സീൻസുകളുണ്ടാവും. അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സീൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും തുടർന്നുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടി ഒന്ന് ടേൺ ഓൺ ചെയ്തേക്കുക.